തിരുപ്പിറവിക്കാലം, പ്രത്യക്ഷീകരണ തിരുനാൾ. തിരുവചനം: അവർ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ മറിയാമ്പിയോടുകൂടെ ശിശുവിനെ കണ്ടു. തങ്ങളുടെ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് സ്വർണവും മീറയും കുന്തിരിക്കവും അവിടത്തേക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. മത്തായിയുടെ സുവിശേഷം 2:11. 3 രാജാക്കന്മാർ ബത്ലഹേമിൽ എത്തി ദിവ്യ ഉണ്ണിയെ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. രാജാക്കന്മാർ തങ്ങളുടെ കൊട്ടാരങ്ങളിൽ നിന്നും യാത്ര തിരിക്കുമ്പോൾ യാത്ര കൃത്യമായി എവിടേക്കാണ്, എപ്പോൾ യാത്ര പൂർത്തിയാകും, എപ്പോൾ തിരിച്ചെത്തും എന്നീ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ഇല്ലായിരുന്നു. യാത്ര തിരിക്കുമ്പോൾ ശരിയായ ഉത്തരം ആർക്കും കൊടുക്കുവാൻ ആയില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പ്, നക്ഷത്രം വഴി തെറ്റിക്കയില്ല എന്നുള്ളൊരു വിശ്വാസം രാജാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. ഒരു കാര്യത്തിൽ 3 രാജാക്കന്മാർക്കും യോജിപ്പുണ്ടായിരുന്നു: തങ്ങൾ കാണുവാൻ പോകുന്ന ദിവ്യ ഉണ്ണിക്ക് ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം നൽകണം. അവർ തങ്ങളുടെ സമ്മാനങ്ങൾ പെട്ടിയിൽ കരുതി. ഉണ്ണിമിശിഹായുടെ സന്തോഷം അവർ കാഴ്ചവെച്ച സമ്മാനങ്ങളെക്കാൾ തന്നെ കാണുവാൻ അവർ എടുത്ത വിലപ്പെട്ട തീരുമാനം നടപ്പിലാക്കുവാൻ സഹിക്കേണ്ടി വന്ന ത്യാഗവും വഴിയിലുള്ള എല്ലാ തടസ്സങ്ങളും അതിജീവിക്കുവാനുള്ള അവരുടെ പ്രതിബദ്ധതയും ആയിരുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവികമായ ഇടപെടലുകൾ മനസ്സാക്ഷിയുടെ സ്വരമായി വരുമ്പോൾ അവയെല്ലാം തുറവിയുള്ള ഹൃദയത്തോടെ സ്വീകരിക്കുവാനും, സഹിക്കേണ്ടി വരുന്ന ത്യാഗം എത്ര വലുതാണെങ്കിലും ദൈവപദ്ധതിക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനുള്ള കൃപയും നമുക്ക് ലഭിക്കുവാൻ ഈ വേളയിൽ പ്രാർത്ഥിക്കാം.